സമയങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ്. അത് യാത്രയിലാവാം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം സമയങ്ങൾ ഉപയോഗപ്പെടുത്തി എന്ന് ചരിത്രങ്ങൾ കാണാൻ കഴിയും. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഇവരോട് നിബിധങ്ങൾ ആ നിലക്കാണ് പരിചയപ്പെടുത്തിയത്. യാത്ര പോകുന്ന വേളയിൽ തന്നോടൊപ്പം കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന വേളകളിൽ ആ സമയങ്ങൾ നിബിധങ്ങൾ ചോദിക്കുമായിരുന്നു, യാ ബുനയ്യ, എന്റെ പ്രിയപ്പെട്ട മകനെ, ഇന്നി ഉഅല്ലിമുക ബികലിമാ, നിനക്ക് ഞാൻ കുറച്ച് പദങ്ങൾ പഠിപ്പിച്ചു തരട്ടെ എന്നാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിനെ സൂക്ഷിക്കണേ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മോനെ നീ അള്ളാഹുവിനോട് ചോദിച്ചേക്കണേ. അള്ളാഹുവിനെ എവിടെയെല്ലാം നിനക്ക് എത്തിക്കാൻ കഴിയുമോ അവിടെയെല്ലാം അള്ളാഹുവിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയും. മനോഹരമായ ഊഷ്മളമായ സ്നേഹത്തെ, അള്ളാഹുവിലേക്കുള്ള ഇഷ്ടത്തെ, അതിന്റെ പ്രണയത്തെ ആ യാത്രയിൽ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തു എന്നാണ്. അതോടൊപ്പം ചെയ്യാൻ കഴിയുമെങ്കിൽ പുസ്തകങ്ങൾ കുട്ടികൾക്ക് കൈമാറ്റാൻ ശ്രമിക്കുക. നല്ല നല്ല പുസ്തകങ്ങൾ കിട്ടും. പ്രവാചകനെ പഠിക്കാൻ കഴിയുന്ന, സമൂഹത്തെ സ്വപ്നം കാണാൻ കഴിയുന്ന, വിദ്യാഭ്യാസത്തെ കൃത്യമായി മൂല്യവത്താക്കാൻ കഴിയുന്ന പുസ്തകങ്ങളെ പ്രൊവൈഡ് ചെയ്യുക. പഴയകാല ചരിത്രത്തിന്റെ 8-16 നൂറ്റാണ്ടിന്റെ സ്പെയിൻ എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ രാജ്യമാണ്. ആ ഇസ്ലാമിക രാജ്യത്തിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ ഏതൊരു കുടുംബത്തിലും അവിടെ ഉണ്ടാകുന്നത് ഒരു വലിയ ലൈബ്രറിയാണ്. അവർ അഭിമാനമായിരുന്നു എന്നാണ്. നമ്മുടെ വീടിനകത്ത് എണ്ണിയെടുത്താൽ എത്ര പുസ്തകങ്ങൾ കിട്ടും? സ്പെയിനിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ആ സ്പെയിനിനകത്ത് അവരുടെ അഭിമാനമായി, തറവാടിന്റെ മഹിതമായ മാതൃകയായി കൊടുത്തിരുന്നത് വാഹനങ്ങളോ വലിയ സമ്പത്തിന്റെ പണമോ ഒന്നും ആയിരുന്നില്ലെന്നാണ്. വലിയ ലൈബ്രറികളായിരുന്നു എന്നാണ്. പിന്നീട് ഇസ്ലാം തകർന്നടിഞ്ഞു പോകുമ്പോൾ ആദ്യമായി അവിടെ നിന്ന് അപഹരിക്കപ്പെട്ടതും ഈ വലിയ ലൈബ്രറികളാണ്. അവസാനം സ്പെയിനിൽ നിറഞ്ഞു നിന്നത് ഈ പുസ്തകങ്ങൾ കത്തിക്കപ്പെട്ട പുകച്ചുരുളുകൾ മാത്രമായിരുന്നു എന്നാണ്. ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ പുസ്തകങ്ങൾ ഇല്ലാതാക്കിയാൽ മതി എന്നാണ്. എന്ന് പറഞ്ഞാൽ ചരിത്രങ്ങളും പാഠങ്ങളും സംസ്കാരത്തിന്റെ രീതികളും ഇല്ലാതാക്കാൻ കഴിയുന്നത് പുസ്തകങ്ങൾ ഇല്ലാതാകുമ്പോഴാണ്. മക്കൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന വാല്യുബിളായ ചെറിയ ചെറിയ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കും. ആ നില കൃത്യമായി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഈ മനോഹരമായ അവധിക്കാലം നമ്മുടെ മക്കൾക്ക് ഏറെ ആരോഗ്യകരമായി മാറുന്നത്.